ഹായ് ഓൾ, രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാളെയുടെ ജനിതകം ഈ ഒരു ചാപ്റ്ററിന് ഈ കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന LP പരീക്ഷയ്ക്കും ഇതിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ ഒന്ന് നോക്കിയിട്ട് പോകണേ. ആദ്യം തന്നെ ഈ ചാപ്റ്ററിനകത്ത് ജനിതക എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. സൂക്ഷ്മജീവികളെയും ജൈവ പ്രക്രിയകളെയും മനുഷ്യൻ്റെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് അറിയപ്പെടുന്നത് ജൈവ സാങ്കേതിക വിദ്യ അഥവാ ബയോടെക്നോളജി എന്ന പേരിലാണ്. ബയോടെക്നോളജി എന്ന് പറയുന്നത് സൂക്ഷ്മജീവികളെയും ജൈവ പ്രക്രിയകളെയും മനുഷ്യൻ്റെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ് ജൈവ സാങ്കേതിക വിദ്യ. ഈസ്റ്റ് എന്ന പൂപ്പലിനെ ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വർഷം BC 4000 മുതലാണ്. ഈസ്റ്റ് എന്ന പൂപ്പലിനെ ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചത് BC 4000 മുതൽ. ജൈവ സാങ്കേതിക വിദ്യയുടെ ആധുനിക രൂപമാണ് ജനിതക എഞ്ചിനീയറിംഗ്. ജൈവ സാങ്കേതിക വിദ്യയുടെ ആധുനിക രൂപമേതാണ്? ജനിതക എഞ്ചിനീയറിംഗ് ആണ്. ജീവികളുടെ ജനിതക ഘടനയിൽ അഭിലഷണീയമായിട്ടുള്ള തരത്തിൽ മാറ്റം വരുത്തി ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിംഗ്. ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും കഴിയുമെന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനം ജനിതക എഞ്ചിനീയറിംഗ് ആണ്. ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും പ്രയോജനപ്പെടുത്തുന്നത് എൻസൈമുകളെയാണ്. എൻസൈമുകൾ വെച്ചിട്ടാണ് ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും പ്രയോജനപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ ജീനുകളെ മുറിച്ചു മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ചിട്ടാണ് ജീനുകളെ മുറിച്ചു മാറ്റുന്നത്. ജനിതക കത്രിക എന്നറിയപ്പെടുന്നത് എന്താണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെയാണ് ജനിതക കത്രിക എന്ന് അറിയപ്പെടുന്നത്. ഇനി ജീനുകളെ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണെന്ന് ചോദിച്ചാൽ ലിഗേസ് ആണ്. ലിഗേസ് ആണ് ജീനുകളെ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്നത്. കൂടാതെ ജനിതക പശ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലിഗേസ്. ഓർത്തു വെക്കുക, ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്നത് ജനിതക കത്രിക എന്നറിയപ്പെടുന്നതൊക്കെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണെങ്കിൽ ജീനുകളെ വിളക്കി ചേർക്കാൻ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എൻസൈം ലിഗേസ് ആണ്. ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ ജനിതക പശ എന്ന പേരിലാണ് വിളിക്കുന്നത്. ഒരു കോശത്തിലെ ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുന്നത് അനുയോജ്യരായിട്ടുള്ള വാഹകരാണ്. അപ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെ വാഹകരായി ഉപയോഗിക്കുന്നത് ബാക്ടീരിയകളിലെ പ്ലാസ്മിഡിനെയാണ്. അപ്പോൾ ബാക്ടീരിയകളിലെ പ്ലാസ്മിഡാണ് ഒരു കോശത്തിലെ ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുന്നത്. ഇവയാണ് അനുയോജ്യരായിട്ടുള്ള വാഹകരെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമുക്കറിയാം, ജനിതക എഞ്ചിനീയറിംഗ് കൊണ്ട് നിരവധി സാധ്യതകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ജീൻ തെറാപ്പി, ജനിതക പരിഷ്കാരം, അതുപോലെ തന്നെ ഫോറൻസിക് പരിശോധന, ഇതൊക്കെ ജനിതക എഞ്ചിനീയറിൻ്റെ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തിയതിൻ്റെ ഫലങ്ങളാണ്. ഈ ഭാഗത്ത് ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, രോഗത്തിന് കാരണമായ ജീനുകളെ മാറ്റി പകരം പ്രവർത്തനക്ഷമമായ ജീനുകളെ ഉൾപ്പെടുത്തുന്ന ചികിത്സാ രീതി ജീൻ തെറാപ്പി. ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ രോഗത്തിന് കാരണമായ ജീനുകളെ മാറ്റിയിട്ട് പകരം പ്രവർത്തനക്ഷമമായിട്ടുള്ള ജീനുകളെ ഉൾപ്പെടുത്തുന്ന ആ ഒരു ചികിത്സാ രീതിയെയാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇനി ഇവിടെ മനുഷ്യ ജീനോം പദ്ധതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. ഇത് ആരംഭിച്ചത് 1990-ലാണ്. മനുഷ്യ ജീനോം പദ്ധതി എന്ന സംരംഭം തുടക്കം കുറിച്ചത് 1990. ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം DNA-യിൽ എവിടെയാണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യ ഏതാണെന്ന് ചോദിച്ചാൽ അതും ജീൻ മാപ്പിംഗ് ആണ്. അപ്പോൾ ജീൻ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം DNA-യിൽ എവിടെയാണെന്ന് കൃത്യമായിട്ട് കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ്. ഒന്നുകൂടി പറയാം, ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ഒരു ജീനിൻ്റെ സ്ഥാനം DNA-യിൽ എവിടെയാണെന്ന്
കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയെ വിളിക്കുന്ന പേര് ജീൻ മാപ്പിംഗ് എന്നാണ്. ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെയാണ് ഈ ജീനോം എന്ന് പറയുന്നത്. ജീനോം എന്ന് പറഞ്ഞാൽ ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെയാണ് ജീനോം എന്ന് പറയുന്നത്. മനുഷ്യ DNA-യിൽ കാണപ്പെടുന്ന പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളെ ജങ്ക് ജീനുകൾ എന്നാണ് പറയുന്നത്. മനുഷ്യൻ്റെ DNA-യിൽ കാണപ്പെടുന്ന പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളാണ് ജങ്ക് ജീനുകൾ. ഇനി ഒരു മനുഷ്യൻ്റെ ജീനോമിൽ കാണപ്പെടുന്ന സജീവമായിട്ടുള്ള ജീനുകളുടെ എണ്ണം ചോദിച്ചാൽ ഏകദേശം 24,000 മനുഷ്യ ജീനോമിൽ കാണപ്പെടുന്ന സജീവ ജീനുകളുടെ എണ്ണം എന്ന് പറയുന്നത് 24,000. മനുഷ്യ DNA-യുടെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്ന ജീനുകൾ ജങ്ക് ജീനുകളാണ്. മനുഷ്യൻ്റെ DNA-യുടെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്ന ജീനുകൾ ജങ്ക് ജീനുകളാണ്. എന്താ ഈ ജങ്ക് ജീൻ എന്ന് പറഞ്ഞാൽ? മനുഷ്യ DNA-യിൽ കാണപ്പെടുന്ന പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകൾ. മനുഷ്യർ തമ്മിലുള്ള DNA-യിലെ വ്യത്യാസം 0.2% ആണ്. ഇനി ഒരു മനുഷ്യൻ്റെ ജീനോമിൽ കാണപ്പെടുന്ന സജീവമായിട്ടുള്ള ജീനുകളുടെ എണ്ണം ചോദിച്ചാൽ ഏകദേശം 24,000 മനുഷ്യ ജീനോമിൽ കാണപ്പെടുന്ന സജീവ ജീനുകളുടെ എണ്ണം എന്ന് പറയുന്നത് 24,000. മനുഷ്യ DNA-യുടെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്ന ജീനുകൾ ജങ്ക് ജീനുകളാണ്. മനുഷ്യൻ്റെ DNA-യുടെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്ന ജീനുകൾ ജങ്ക് ജീനുകളാണ്. മനുഷ്യർ തമ്മിലുള്ള DNA-യിലെ വ്യത്യാസം 0.2%. മനുഷ്യ ജീനോമിലെ 200ഓളം ജീനുകൾ ബാക്ടീരിയയുടേതിന് സമമാണെന്നാണ് പറയുന്നത്. മനുഷ്യ ജീനോമിലെ 200ഓളം ജീനുകൾ ബാക്ടീരിയയുടേതിന് സമാനമാണ്. മനുഷ്യരിൽ രോഗചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീനുകളെ നോക്കാം. വൈറൽ രോഗങ്ങൾക്ക് ഇൻ്റർഫെറോണുകളാണ് ഉപയോഗിക്കുന്നത്. വൈറൽ രോഗങ്ങൾക്ക് ഇൻ്റർഫെറോണ്. പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ് ഇൻസുലിൻ. വേദനയ്ക്ക് എൻഡോർഫിൻ. വളർച്ചാ വൈകല്യങ്ങൾക്ക് സെമാറ്റോട്രോപ്പിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വളർച്ചാ വൈകല്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ് സെമാറ്റോട്രോപ്പിൻ. ജനിതക പരിഷ്കാരം മുന്നോട്ട് വയ്ക്കുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങളിലൊന്ന് മരുന്ന് തരും മൃഗങ്ങളാണ് ജനിതക പരിഷ്കാരം മുന്നോട്ട് വയ്ക്കുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങൾ. മനുഷ്യന് ആവശ്യമായ ഇൻസുലിൻ്റെയും വളർച്ചാ ഹോർമോണുകളുടെയും ജീനുകളെ പശു, പന്നി മുതലായ ജന്തുക്കളിലേക്ക് സന്നിവേശിപ്പിച്ച് അവയെ മാറ്റുന്നത് മരുന്ന് തരം മൃഗങ്ങളാക്കിയിട്ടാണ്. ജനിതക എഞ്ചിനീയറിങ്ങിൻ്റെ ഏറ്റവും ആധുനികമായ തലം എന്ന് പറഞ്ഞാൽ ജനിതക എഡിറ്റിംഗ് ആണ്. അപ്പോൾ ജനിതക എഡിറ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ജനിതക എഞ്ചിനീയറിങ്ങിൻ്റെ ആധുനികമായിട്ടുള്ള തലമാണ്. ജനിതക എഡിറ്റിങ്ങിന് ആയി ഉപയോഗിക്കുന്ന ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള ജനിതക കത്രിക എന്ന് പറയുന്നത് CRISPR-Cas9. ജനിതക എഡിറ്റിങ്ങിന് ആയി ഉപയോഗിക്കുന്ന ഏറ്റവും കാര്യക്ഷമമായ ജനിതക കത്രിക CRISPR-Cas9 ആണ്. CRISPR-Cas9 അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ Cas9 എന്ന എൻസൈമും ഒരു ഗൈഡഡ് RNAയുമാണ് ഈ CRISPR-Cas9 അടങ്ങിയിട്ടുള്ളത്. ഇനി അടുത്തത് ഈ കഴിഞ്ഞ UP എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ. അത് DNA പ്രൊഫൈലിംഗ് ആണ്. ഈ കഴിഞ്ഞ UPSC എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ. അത് DNA പ്രൊഫൈലിംഗ് ആണ്. DNA പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ. ഇനി DNA ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടുപിടിച്ചതാരാണ്? അലക് ജെഫ്രി ആണ്. 1984 DNA ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടുപിടിച്ചത് അലക് ജെഫ്രിയാണ്. ഓരോ വ്യക്തിയിലെയും വിരലടയാളം വ്യത്യസ്തമായിരിക്കുന്നത് പോലെ DNA-യിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണവും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോ വ്യക്തിയിലെയും വിരലടയാളം വ്യത്യസ്തമായിരിക്കുന്നത് പോലെ DNA-യിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണവും വ്യത്യസ്തമായിരിക്കും എന്നാണ് പറയുന്നത്. കൊലപാതകം, മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നടന്ന സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന
ത്വക്കിൻ്റെ ഭാഗം, മുടി, നഖം, രക്തം, മറ്റ് ശരീരദ്രവങ്ങൾ എന്നിവയിലെ DNA പരിശോധനയിലൂടെ നമുക്ക് കുറ്റവാളികളെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജനിതക മാറ്റം വരുത്തി സൃഷ്ടിക്കുന്ന മാരക രോഗാണുക്കളെയും ജൈവ സാങ്കേതിക വിദ്യയിലൂടെ പെരുപ്പിച്ചെടുക്കുന്ന രോഗാണുക്കളെയും ശത്രുക്കളുടെ മേൽ പ്രയോഗിക്കുന്ന യുദ്ധരീതിയാണ് ജൈവായുധം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ഈ കൊറോണയൊക്കെ ഉണ്ടല്ലോ, COVID-19, അത് വുഹാനിലെ ഒരു സയൻറ്റിഫിക് ലാബിനകത്ത് ഇതുപോലെ വികസിപ്പിച്ചെടുത്തതെന്നൊക്കെയാണ് പറയുന്നത്. സത്യാവസ്ഥ അറിയില്ല. അപ്പോൾ ഇത്തരത്തിൽ ജനിതക മാറ്റം വരുത്തി സൃഷ്ടിക്കുന്ന മാരക രോഗാണുക്കളെയും ജൈവ സാങ്കേതിക വിദ്യയിലൂടെ പ്രേരിപ്പിച്ചെടുക്കുന്ന രോഗാണുക്കളെയും ശത്രുക്കളുടെ മേൽ പ്രയോഗിക്കുന്ന യുദ്ധരീതി ഏതാണ്? ജൈവായുധം. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട, ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്: DNA പ്രൊഫൈലിംഗ് കണ്ടുപിടിച്ചത് അലക് ജെഫ്രിയാണ്. അതുപോലെ തന്നെ ജനിതക എഡിറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന കാര്യക്ഷമമായിട്ടുള്ള ജനിതക കത്രിക CRISPR-Cas9 ആണ്. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്